ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മിറാക്കിൾ മേക്കേഴ്സ് PSC. ഇന്നത്തെ വീഡിയോ പ്രധാനപ്പെട്ട അവാർഡുകളെക്കുറിച്ചാണ്. ഇനി വരാനിരിക്കുന്ന PSC എക്സാമുകൾക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു പോർഷനാണിത്. അതുകൊണ്ട് വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക. ഇതോടൊപ്പം നമ്മൾ ലിങ്ക് ചെയ്യാനായിട്ട് കുഞ്ഞു കുഞ്ഞു കോഡുകളും പറയുന്നുണ്ട്. അതുകൊണ്ട് വീഡിയോ എല്ലാവരും മുഴുവനായിട്ടും കാണുക. നിങ്ങൾക്ക് ഉപകാരപ്രദമായിരിക്കും ഈ വീഡിയോ. ആദ്യത്തെ അവാർഡാണ് പത്മപ്രഭ അവാർഡ്. 2020 ലഭിച്ചത് ശ്രീകുമാരൻ തമ്പി, 2023 സുഭാഷ് ചന്ദ്രൻ, 2024 റഫീഖ് അഹമ്മദ്. പത്മപ്രഭ അവാർഡ് 2020 ലഭിച്ചത് ശ്രീകുമാരൻ തമ്പി, 2023 സുഭാഷ് ചന്ദ്രൻ, 2024 റഫീഖ് അഹമ്മദ്. അടുത്തത് എഴുത്തച്ഛൻ അവാർഡ് 2021 ലഭിച്ചത് P വത്സല, 2022 സേതു, 2023 SK വസന്തൻ. അപ്പോൾ എഴുത്തച്ഛൻ അവാർഡ് 2021 P വത്സല, 2022 സേതു, 2023 SK വസന്തൻ. ഇത് നമുക്ക് ചെറിയൊരു കോഡ് രൂപത്തിൽ ഒന്ന് ഓർക്കാം. അച്ഛൻ വസന്തൻ സേതുവിന് വാത്സല്യത്തോടെ കറിവിളമ്പി. അച്ഛൻ വസന്തൻ സേതുവിന് വാത്സല്യത്തോടെ കറിവിളമ്പി. അച്ഛൻ എന്നുള്ളത് എഴുത്തച്ഛൻ അവാർഡിനെ ഓർക്കാം. വസന്തൻ SK വസന്തൻ, സേതുവിന് എന്നുള്ളത് A സേതുമാധവൻ, വാത്സല്യത്തോടെ കറിവിളമ്പി P വത്സല. അടുത്ത വള്ളത്തോൾ പുരസ്കാരം 1991 മുതലാണ് കൊടുക്കാൻ തുടങ്ങിയത്. 1,11,111 രൂപയാണ് ഇതിൻ്റെ പ്രൈസ്. ആദ്യമായിട്ട് ലഭിച്ചത് പാലാ നാരായണൻ നായർക്കാണ് 1991. ആദ്യം വനിതാ ജേതാവാണെങ്കിൽ ബാലാമണി അമ്മ 1994. 2018 വള്ളത്തോൾ പുരസ്കാരം ലഭിച്ചത് M മുകുന്ദനാണ്. 2019 പോൾ സക്കറിയ. ഇത് ഓർത്ത് വയ്ക്കാനുള്ളൊരു കോഡാണ്. വള്ളത്തേൽ പാല് വാങ്ങാൻ പോയ ബാലാമണിയെ പോള് മുതുകിനടിച്ചു. വള്ളത്തേൽ പാല് വാങ്ങാൻ പോയ ബാലാമണിയെ പോള് മുതുകിനടിച്ചു. വള്ളത്തേൽ എന്നുള്ളത് വള്ളത്തോൾ പുരസ്കാരം എന്ന് ഓർക്കാം. പാല് വാങ്ങാൻ പോയ, അതിൽ പാൽ എന്നുള്ളത് പാലാ നാരായണൻ നായരെ ഓർക്കാം. ആദ്യ വള്ളത്തോൾ പുരസ്കാര ജേതാവാണ്. ബാലാമണി അമ്മ ആദ്യ വനിതാ ജേതാവാണ്. പോള് മുതുകിനടിച്ചു, അതിൽ പോൾ സക്കറിയ 2019 ജേതാവ്. മുതുകിനടിച്ചു എന്നുള്ളതിൽ M മുകുന്ദൻ 2018 ജേതാവാണ്. അപ്പോൾ അടുത്താണ് ആശാൻ സ്മാരക കവിതാ പുരസ്കാരം. അത് 2021 ലഭിച്ചത് K ജയകുമാറിനാണ്. 2022 കുരീപ്പുഴ ശ്രീകുമാർ. ആശാൻ സ്മാരക കവിതാ പുരസ്കാരം 2021 K ജയകുമാർ, 2022 കുരീപ്പുഴ ശ്രീകുമാർ. അടുത്താണ് അക്ഷിത മെമ്മോറിയൽ സാഹിത്യ പുരസ്കാരം. 2022 സന്തോഷ് എച്ചിക്കാനം, 2023 സുഭാഷ് ചന്ദ്രൻ, 2024 സാറ ജോസഫ്. അക്ഷിത മെമ്മോറിയൽ സാഹിത്യ പുരസ്കാരം 2022 സന്തോഷ് എച്ചിക്കാനം, 2023 സുഭാഷ് ചന്ദ്രൻ, 2024 സാറ ജോസഫ്. അടുത്താണ് ONV പുരസ്കാരം. അത് 2018 MD വാസുദേവൻ നായർ, 2019 അക്കിത്തം, 2020 M ലീലാവതി, 2021 വൈരമുത്തു, 2022 T പത്മനാഭൻ, 2023 C രാധാകൃഷ്ണൻ, 2024 പ്രതിഭ റായ്. ഇതോർത്ത് വയ്ക്കാനുള്ളൊരു കോഡാണ്. ONVയുടെ മാലിൻ്റെ മൂത്താപ്പയാണ് രാധാ റായ്. ONVയുടെ മാലിൻ്റെ മൂത്താപ്പയാണ് രാധാ റായ്. ONV എന്നുള്ളത് ONV പുരസ്കാരം എന്നോർക്കാം. മാലിൻ്റെ അതിൽ M എന്നുള്ളത് MD വാസുദേവൻ നായർ, A എന്നുള്ളത് അക്കിത്തം, L എന്നുള്ളത് M ലീലാവതി. മൂത്താപ്പയാണ്, അതിലെ മുത്ത് എടുത്താൽ മതി, അപ്പോൾ വൈരമുത്തുവിനെ കിട്ടും. പ എന്നുള്ളത് T പത്മനാഭൻ. അടുത്താണ് രാധാ റായ്. രാധ എന്നുള്ളത് രാധാകൃഷ്ണൻ, C രാധാകൃഷ്ണൻ. റായ് എന്നുള്ളത് പ്രതിഭ റായ്. അപ്പോൾ ഇത്രയുള്ളൂ ONV പുരസ്കാരം. അടുത്താണ് ജ്ഞാനപ്പാന പുരസ്കാരം. അത് 2021 B ശ്രീദേവി, 2022 K ജയകുമാർ, 2023 V മധുസൂദനൻ നായർ, 2024 രാധാകൃഷ്ണൻ കാക്കശ്ശേരി. ഈ ജ്ഞാനപ്പാന പുരസ്കാരം ജ്ഞാന മധുജയ ശ്രീകൃഷ്ണ എന്നോർത്താൽ മതി. ജ്ഞാന മധുജയ ശ്രീകൃഷ്ണ എന്നോർത്താൽ മതി. ജ്ഞാന എന്നുള്ളത് ജ്ഞാനപ്പാന പുരസ്കാരം എന്നോർക്കാം. മധു എന്നുള്ളത് V മധുസൂദനൻ നായരെ ഓർക്കാം. 2023 പുരസ്കാര ജേതാവാണ്. ജയ എന്നുള്ളത് K ജയകുമാറിനെ ഓർക്കാം. 2022 പുരസ്കാര ജേതാവ്. ശ്രീകൃഷ്ണ, അതിൽ ശ്രീ എന്നുള്ളത് B ശ്രീദേവിനെ ഓർക്കാം. കൃഷ്ണ എന്നുള്ളത് 2024 രാധാകൃഷ്ണൻ കാക്കശ്ശേരിനെ ഓർക്കാം. അപ്പം ജ്ഞാനപ്പാന പുരസ്കാരം ഇത്രയേ ഉള്ളൂ. എല്ലാവരും കോഡൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് ഇത് ഉപകാരപ്രദമായിരിക്കും. അടുത്താണ് മാതൃഭൂമി പുരസ്കാരം. അത് 2021 K സച്ചിദാനന്ദൻ, 2022 സേതു, 2023 പോൾ സക്രിയ. 2021 K സച്ചിദാനന്ദൻ, 2022 സേതു, 2023 പോൾ സക്രിയ. ഇത് നമുക്ക് വേണമെങ്കിൽ മാതൃസേതു ചേച്ചി എന്ന് ഓർക്കാം. മാതൃസേതു ചേച്ചി. മാതൃ എന്നുള്ളത് മാതൃഭൂമി പുരസ്കാരം എന്ന് ഓർക്കാം. സേതു എന്നുള്ളത് A സേതുമാധവനെ ഓർക്കാം.
സേച്ചി എന്നുള്ളത് സച്ചി എന്ന് ഓർക്കുകയാണെങ്കിൽ കെ സച്ചിദാനന്ദനെ കിട്ടും. അപ്പോൾ മാതൃസേതു ചേച്ചി എന്ന് ഓർത്താൽ മാതൃഭൂമി പുരസ്കാരം നമുക്ക് കിട്ടും. അടുത്ത പുരസ്കാരമാണ് വ്യാസ് സമ്മാൻ. അത് 2022 അഷ്കർ വജാഹത്ത് മഹാബലി എന്നതിനാണ് പുരസ്കാരം ലഭിച്ചത്. 2023 ഗ്യാൻ ചതുർവേദി പാഗൽ ഗാന എന്നതിനാണ് വ്യാസ് സമ്മാൻ ലഭിച്ചത്. 2024 പുഷ്പഭാരതി യാഥെ എന്നതിനാണ് പുരസ്കാരം ലഭിച്ചത്. അപ്പോൾ വ്യാസ് സമ്മാൻ 2022 അഷ്കർ വജാഹത്ത്, 2023 ഗ്യാൻ ചതുർവേദി, 2024 പുഷ്പഭാരതി. അടുത്ത പുരസ്കാരമാണ് കടമ്മനിട്ട പുരസ്കാരം. അത് 2022 KG ശങ്കരപ്പിള്ള, 2023 പ്രഭാവർമ്മ, 2024 റഫീഖ് അഹമ്മദ്. അപ്പോൾ അടുത്ത പുരസ്കാരമാണ് ഹരിവരാസനം പുരസ്കാരം. ഇതാദ്യമായിട്ട് ലഭിച്ചത് KJ യേശുദാസിനാണ് 2012. ആദ്യ വനിതാ ജേതാവാണ് KS ചിത്ര, 2018 ലഭിക്കുന്നത്. അപ്പോൾ 2020 ഹരിവരാസനം പുരസ്കാരം ലഭിച്ചത് ഇളയരാജയ്ക്കാണ്. 2021 MR വീരമണി രാജു, 2022 ആലപ്പി രംഗനാഥ്, 2023 ശ്രീകുമാരൻ തമ്പി, 2024 PK വീരമണി ദാസൻ. 21, 24 മാറിപ്പോയില്ല. 21 കിട്ടിയത് MR വീരമണി രാജുവാണ്. 24 കിട്ടിയത് PK വീരമണി ദാസൻ എന്നാണ്. അപ്പോൾ ഇത് രണ്ടും ഒന്നും മാറിപ്പോകാതെ ഒന്ന് ഓർത്ത് വയ്ക്കണം. അടുത്ത അവാർഡാണ് P കേശവദേവ് അവാർഡ്. അത് 2021 ലഭിക്കുന്നത് തോമസ് ജേക്കബിനാണ്. 2022 PK രാജശേഖരൻ, 2023 ദേശമംഗലം രാമകൃഷ്ണൻ. 2021 തോമസ് ജേക്കബ്, 2022 PK രാജശേഖരൻ, 2023 ദേശമംഗലം രാമകൃഷ്ണൻ എന്നിവർക്കാണ് P കേശവദേവ് അവാർഡ് ലഭിക്കുന്നത്. അടുത്താണ് ബഷീർ പുരസ്കാരം. 2021 K സച്ചിദാനന്ദൻ ദുഃഖം എന്ന വീട് എന്നതിനാണ് പുരസ്കാരം ലഭിക്കുന്നത്. 2022 M മുകുന്ദൻ എന്നാണ്. M മുകുന്ദന് നൃത്തം ചെയ്യുന്ന കുടകൾ എന്ന കൃതിക്കാണ് അവാർഡ് ലഭിക്കുന്നത്. 2023 E സന്തോഷ് കുമാർ നാരകങ്ങളുടെ ഉപമ എന്ന കൃതിക്കാണ് ലഭിക്കുന്നത്. അപ്പോൾ ബഷീർ പുരസ്കാരം 2021 K സച്ചിദാനന്ദൻ ദുഃഖം എന്ന വീട്, 2022 M മുകുന്ദൻ നൃത്തം ചെയ്യുന്ന കുടകൾ, 2023 E സന്തോഷ് കുമാർ നാരകങ്ങളുടെ ഉപമ. അപ്പോൾ അടുത്താണ് സ്വാതി സംഗീത പുരസ്കാരം. ശാസ്ത്രീയ സംഗീത രംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള സംസ്ഥാന സർക്കാരിൻ്റെ പുരസ്കാരമാണിത്. ഇതിൻ്റെ ആദ്യ പുരസ്കാരം ലഭിച്ച് ചെമ്മാൻകുടി ശ്രീനിവാസ അയ്യർക്കാണ്. ചെമ്മാൻകുടി ശ്രീനിവാസ അയ്യർക്ക് 2 ലക്ഷം രൂപയാണ് ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത്. 2019 സ്വാതി പുരസ്കാരം ലഭിക്കുന്നത് TM കൃഷ്ണയ്ക്കാണ്. 2020 ഡോക്ടർ KM ഓമനക്കുട്ടി, 2021 PR കുമാര കേരളവർമ്മയ്ക്കാണ്. കൃഷ്ണ ഓമന കുമാര എന്ന് ഓർത്ത് കഴിഞ്ഞാൽ നമുക്ക് സ്വാതി പുരസ്കാരം ഓർത്ത് വയ്ക്കാനായിട്ട് സാധിക്കും. കൃഷ്ണ ഓമന കുമാര. കൃഷ്ണ എന്ന് പറയുന്നത് 2019 പുരസ്കാര ജേതാവായ TM കൃഷ്ണയാണ്. ഓമന ഡോക്ടർ KM ഓമനക്കുട്ടി 2020. കുമാര എന്നുള്ളത് 2021 PR കുമാര കേരളവർമ്മ. അപ്പോൾ സ്വാതി സംഗീത പുരസ്കാരം ഇത്രയേ ഉള്ളൂ. കൃഷ്ണ ഓമന കുമാര എന്നാണ് കോഡ്. അത് ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ പുരസ്കാരം ഓർത്ത് വയ്ക്കാം. അടുത്താണ് വയലാർ അവാർഡ്. ഇത് ഏർപ്പെടുത്തിയത് വയലാർ രാമവർമ്മ മെമ്മോറിയൽ ട്രസ്റ്റാണ്. വയലാർ രാമവർമ്മ മെമ്മോറിയൽ ട്രസ്റ്റാണ്. 1977 ഇത് ഏർപ്പെടുത്തിയത്. 1 ലക്ഷം രൂപയും കാനായി കുഞ്ഞിരാമൻ വെങ്കല ശില്പവുമാണ് ഇതിന് ലഭിക്കുന്നത്. വയലാർ അവാർഡിൻ്റെ ആദ്യ ജേതാവ് എന്ന് പറയുന്നത് ലളിതാംബിക അന്തർജനമാണ്. അഗ്നിസാക്ഷി എന്ന നോവലിനാണ് ലഭിക്കുന്നത്. 2020 ഏഴാച്ചേരി രാമചന്ദ്രന് ഒരു വെർജീനിയൻ വെയിൽക്കാലം എന്നതിനാണ് ലഭിക്കുന്നത്. 2021 ബെന്യാമിൻ്റെ നോവല് മാന്തളിരിലെ 20 കമ്മ്യൂണിസ്റ്റ് വർഷങ്ങൾ. 2022 46 ലഭിക്കുന്നത് S ഹരീഷ് മീശ എന്ന നോവലിന്. 2023 ശ്രീകുമാരൻ തമ്പി ജീവിതമൊരു പെണ്ടുലം എന്ന ആത്മകഥയ്ക്ക് 47 വയലാർ അവാർഡ് ലഭിക്കുന്നത് ശ്രീകുമാരൻ തമ്പി. ഹമാരേ ശ്രീ വല എന്ന് ഓർത്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ അവാർഡ് ഓർക്കാം. ഹ എന്ന് പറയുന്നത് S ഹരീഷ് മീശ, മാ എന്ന് പറയുന്നത് മാന്തളിരിലെ 20 കമ്മ്യൂണിസ്റ്റ് വർഷങ്ങൾ. അപ്പോൾ നമ്മൾ ബെന്യാമിനെ അവിടെ ഓർക്കണം. രേ എന്ന് പറയുന്നത് ഏഴാച്ചേരി രാമചന്ദ്രനെ ഓർക്കാനാണ്. ഏഴാച്ചേരി രാമചന്ദ്രൻ. ശ്രീകുമാരൻ തമ്പി. വല എന്നുള്ളതിലെ വയലാർ അവാർഡ് ഓർക്കാനും, ല എന്ന് പറയുന്നത് ആദ്യ ജേതാവ് ലളിതാംബിക അന്തർജനത്തെ ഓർക്കാനുമാണ്. അപ്പോൾ ഹമാരേ ശ്രീ വല എന്ന് പറഞ്ഞാൽ വയലാർ അവാർഡ് ഓർക്കാനുള്ള ഒരു കോഡാണ്.
ഇതെല്ലാവർക്കും കിട്ടിയെന്ന് കരുതുന്നു. അടുത്താണ് ഓടക്കുഴൽ പുരസ്കാരം. ഇത് നൽകുന്നത് ഗുരുവായൂരപ്പൻ ട്രസ്റ്റാണ്. 1969 മുതലാണ് ഇത് കൊടുക്കാൻ തുടങ്ങിയത്. ജി ശങ്കരക്കുറുപ്പാണ് ഇത് ഏർപ്പെടുത്തിയത്. 30,000 രൂപയാണ് ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത്. ആദ്യമായിട്ട് ലഭിച്ചത് വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പിനാണ്. 2019 ഓടക്കുഴൽ പുരസ്കാരം ലഭിക്കുന്നത് എൻ പ്രഭാകരനാണ്. മായാമനുഷ്യൻ. 2021 ലഭിക്കുന്നത് സാറാ ജോസഫ് ബുധിനി. 2022 അംബികാസുധൻ മങ്ങാട് കൃതി പ്രാണവായു എന്ന കഥാസമാഹാരമാണ്. അംബികാസുധൻ മങ്ങാട് പ്രാണവായു കഥാസമാഹാരം 2022. 2023 PN ഗോപികൃഷ്ണൻ കവിത മാംസപൂജയാണ്. 2023 ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ചത് PN ഗോപികൃഷ്ണൻ കവിത മാംസപൂജയാണ്. 53ാമതാണ് PN ഗോപികൃഷ്ണന് ലഭിക്കുന്നത്. അപ്പോൾ ഓടക്കുഴൽ പുരസ്കാരം ഇത്രയേ ഉള്ളൂ. 2019 എൻ പ്രഭാകരൻ, 2021 സാറാ ജോസഫ്, 2022 അംബികാസുധൻ മങ്ങാട്, 2023 PN ഗോപികൃഷ്ണൻ. അടുത്താണ് സരസ്വതി സമ്മാൻ. 2021 ലഭിക്കുന്നത് റാം ദരശ് മിശ്ര, മേൻതോ യഹാൻ ഹുൻ. 2022 ശിവശങ്കരി സൂര്യവംശം. 2023 പ്രഭാവർമ്മ രൗദ്രസാത്വികം. അപ്പോൾ 2021 റാം ദരശ് മിശ്ര, 2022 ശിവശങ്കരി, 2023 പ്രഭാവർമ്മ. അപ്പോൾ ഇന്നത്തെ വീഡിയോ പ്രധാനപ്പെട്ട അവാർഡുകളെക്കുറിച്ചായിരുന്നു. നമ്മൾ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും എത്തുന്നതായിരിക്കും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. ഒപ്പം നിങ്ങളുടെ വിലയേറിയ കമൻസും രേഖപ്പെടുത്തുക. അതോടൊപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക്